ലോകത്തിന്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ മാറ്റങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ച നവോത്ഥാന നായകൻ, അജ്ഞതയുടെ ഇരുട്ടിൽ ആണ്ടുകിടന്ന ഒരു ജനതയുടെ മേൽ അറിവിന്റെ പ്രകാശം പരത്തി കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച വിശ്വമാനവ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് വിദ്യയെന്നും ജാതിയുടെയും മതത്തിന്റെയും തൊട്ടുകൂടായ്മയെ മറികടക്കാൻ അറിവ് ആയുധമാക്കാൻ ഉപദേശിച്ച മഹാഗുരു. കേരളീയ സമൂഹത്തിൽ ജാതിഭ്രഷ്ടിന്റെയും സവർണാധിപത്യത്തിന്റെയും തായ്വേരറുത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യർക്ക് എന്ന വിശ്വമാനവ മന്ത്രം ലോകത്തിന് നൽകിയ മഹാപുരുഷൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അരുവിപ്പുറം ഒരു ദിവ്യദർശനം. ശ്രീനാരായണ പരമഗുരവേ നമഃ. അധസ്ഥിത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലായിരുന്ന ഒരു കാലത്ത് അവർക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യത്തിനായി ഒരു തുള്ളി രക്തം പോലും ചീന്താതെ, ഒരായുധം പോലും ഉപയോഗിക്കാതെ, ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു ശിലയിൽ മറ്റൊരു ശിലാഖണ്ഡം എടുത്തു വെച്ചുകൊണ്ട് കാലം കുറിച്ച ഒരു മുഹൂർത്തത്തിൽ നടന്ന വിപ്ലവം. അതായിരുന്നു 1888 ശിവരാത്രി നാളിൽ മഹാഗുരു നടത്തിയ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യദർശനത്തിന്റെ ഭാഗമായി അരുവിപ്പുറത്തു നടന്ന ശിവപ്രതിഷ്ഠയുടെ മഹത്വത്തെ ആഘോഷിക്കാനായി ഒരു ആധ്യാത്മിക അനുഭവത്തിലേക്ക് നാം ഇതാ കടക്കുകയാണ്. ഇപ്പൊ 204 കഴിഞ്ഞു. ഇത്രയും സമയവും വെള്ളത്തിനടി, അതിന്റെ കൊടും കയറ്റി ഇതെങ്ങനെ കഴിഞ്ഞു ഈശ്വര? നിലവില്ല കാര്യമാണ് ശങ്കരൻ കുടി, ആളും ആർക്കും അറിയില്ല. ശിവപെരുമാള് നീ തന്നെ കാക്കണേ. അതികഠിനമായ ചുഴിയ, കാലുറയ്ക്കൂല. ഇപ്പോഴാണ് ഒഴുക്ക് വളരെ കൂടുതൽ. ഇതെല്ലാം മൂഢചിന്തകളാണ്. ഈ അക്ഷമയും ഉത്കണ്ഠയും അവിവേകമാണ്. സ്വാമിയുടെ ഓരോ കർമ്മവും ഓരോ ലക്ഷ്യമാണ്, അറിവാണ്. ഈ ശിവരാത്രി കരയാനുള്ളതല്ല, ജപത്തിനുള്ളതാണ്. വല്ലാതെ തുടിക്കുന്നു. ഇരുണ്ട മനസ്സുകൾക്ക് മറുപടി നൽകാൻ അർദ്ധരാത്രിയിൽ സൂര്യനൊതുക്കും. മനസ്സുകളുടെ ഇരുളകറ്റാൻ വെളിച്ചം പകരാൻ നമ്മുടെ രക്ഷകനായി ഗുരുവെത്തും മഹാഗുരു. ശിവ 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 സാംബ സദാ ശിവ ശങ്കരലിംഗം കാര്യപദപദലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തന്മൃദുപാദുചിദംബരലിംഗം. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? പ്രതിഷ്ഠയ്ക്കുള്ള അവകാശം രാവണന്റേതാണ്, രാവണന് മാത്രം. നാം പ്രതിഷ്ഠിച്ചത്
നമ്മുടെ ശിവനെയാണെങ്കിലോ ആദ്യം മുതൽ അണ്ടകടാഹം വരെ ഒരേ ദൈവം. ആ ശക്തിക്ക് മുന്നിൽ എല്ലാവർക്കും ഒരേ അവകാശം, ഒരേ അധികാരം. ശരിക്കും ശിവാലയമാണിവിടം. അരുവികളെല്ലാം ഗംഗയാണ്, ശിലകളെല്ലാം ശിവനും. അരുവിപ്പുറം മഹായശസ് നേടും. ഇത് ലോകത്തിനും കാലത്തിനും ചരിത്രത്തിനും മാതൃകയാകണം. ഇവിടെ കുറിക്കേണ്ടത് സാഹോദര്യത്തിന്റെ പഞ്ചാക്ഷരിയാകണം, യുഗപരിവർത്തന ഗായത്രിയാകണം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കുഴി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കയ്യടിയും ഇവർക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവുമാണ്.